എന്റെയും നിങ്ങളുടെയും ഈശ്വരൻ നമ്മുടെ മാത്രം ഈശ്വരനല്ല, എല്ലാവരുടെയും ഈശ്വരനാണ്. ഈ എല്ലാവരുടെയും ഈശ്വരനെയാണ് ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടേതാക്കി മാറ്റുന്നത്. ഒരു സ്ഥലത്തു മാത്രം നിലകൊള്ളുന്ന ഈശ്വരനല്ല, ഒരു വിഭാഗക്കാരുടെ മാത്രം ഈശ്വരനല്ല. ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കൂടിയായിരിക്കും. ആ ഈശ്വരൻ ഞാൻ നിർവചിക്കുന്നത് പോലെ ആയിക്കൊള്ളണം എന്നില്ല, അത് നിർവചനാതീതൻ ആയിരിക്കും. ഈ ഒരു ബോധം ഏത് ഈശ്വരനെ എവിടെ ആരാധിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ആവാഹിച്ച് ഭഗവാനെ പൂജിക്കുമ്പോൾ അവിടെ മാത്രം ഭഗവാൻ കേന്ദ്രീകൃതമായി ചുരുങ്ങി നിൽക്കുകയാണ് എന്ന് തോന്നരുത്. ഒരു രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ആ രൂപത്താൽ ബദ്ധമാണ് ഭഗവാൻ എന്ന് ധരിക്കരുത്. നമ്മളുടെ ലിമിറ്റേഷൻ ആണ് നമ്മൾ ഭഗവാൻ സൂപ്പർഇമ്പോസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് അരൂപി രൂപവാനായി തീരുന്നത്. നമ്മളുടെ അരൂപാവസ്ഥയിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ അരൂപി രൂപമുള്ളയാളായിരുന്നു.